നമ്മുടെ തൃശ്ശൂർ റൗണ്ടിലൂടെ കാറിൽ ഒന്ന് ചുറ്റി വരണമെങ്കിൽ ഒരു 5 മിനിറ്റ് സമയമെടുക്കുമെന്ന് കരുതുക. ഞാൻ ഈ കാറിൽ ചുറ്റുന്ന ഫുട്ടേജ് അങ്ങനെ തന്നെ എടുത്ത് എന്റെ ഒരു സിനിമയിൽ ആഡ് ചെയ്താൽ കണ്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ മുഷിച്ചിലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. എനിക്ക് ഇതേ ഷോട്ട് ഒരു 1.5 മിനിറ്റിൽ തീർക്കണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു എഡിറ്റിംഗ് ടെക്നിക് ഉണ്ട്. അതാണ് ജംപ് കട്ട്. സിനിമയിൽ സമയത്തെ മാനിപ്പുലേറ്റ് ചെയ്യാനായി ഉപയോഗിക്കാറുള്ള ഒരു എഡിറ്റിംഗ് ടെക്നിക്കാണ് ജംപ് കട്ട്. ഫ്രഞ്ച് ഡയറക്ടറായ ജോൺ ലൂക്ക് ഗൊഡാർഡിന്റെ ബ്രെത്ത്ലെസ് എന്ന മൂവിയിലെ ഈ ഒരു സീനാണ് ജംപ് കട്ടിന് ഏറ്റവും നല്ല ഉദാഹരണം. J'aime une fille qui a une très jolie nuque, de très jolis seins, une très jolie voix, de très jolis poignets, un très joli front, de très jolis genoux. പ്രശസ്ത സംവിധായകനായ ജോർജ് മെലീസ് ആണ് ജംപ് കട്ട് കണ്ടുപിടിച്ചത്. വളരെ ആക്സിഡന്റിലായ ഒരു കണ്ടുപിടുത്തമായിരുന്നു ജംപ് കട്ടിൻ്റെത്. ഒരിക്കൽ പാരീസിലെ ഒരു സ്ട്രീറ്റ് ഷൂട്ട് ചെയ്യാൻ തന്റെ ഫിലിം ക്യാമറയുമായി ചെന്നതാണ് അദ്ദേഹം. ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ ക്യാമറയിലെ ഫിലിം ജാം ആവുകയും റെക്കോർഡിംഗ് നിന്നു പോവുകയും ചെയ്തു. കുറച്ചു സമയത്തിന് ശേഷം ക്യാമറ വീണ്ടും റെക്കോർഡ് ചെയ്തു തുടങ്ങി. ഇതൊന്നും അറിയാതെ താൻ ഷൂട്ട് ചെയ്ത വിഷ്വൽസ് കണ്ടുകൊണ്ടിരുന്ന ജോർജ് മെലീസ് ഒരു സമയം എത്തിയപ്പോൾ ഫ്രെയിമിൽ പെട്ടെന്നുണ്ടായ മാറ്റം കണ്ട് അമ്പരന്നു. ആദ്യം ഒന്ന് കൺഫ്യൂഷൻ അടിച്ചെങ്കിലും പിന്നീട് കാര്യം മനസ്സിലാക്കിയ മെലീസ് പിന്നീട് താൻ സംവിധാനം ചെയ്ത മിക്ക ചിത്രങ്ങളിലും ഈ ടെക്നിക്ക് ഉപയോഗിച്ചാണ് ഫ്രെയിമിൽ നിന്നും ആളുകളെയും വസ്തുക്കളെയും ഡിസപ്പിയർ ചെയ്യുകയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്ത് കാണികളെ ഞെട്ടിച്ചത്.